അപ്പോൾ നമുക്ക് വീഡിയോ ഏറ്റവും പുതിയ PSC ക്വസ്റ്റ്യനിൽ തന്നെ തുടങ്ങാം. LDC കൊല്ലം കണ്ണൂർ 503/2023, അതായത് ഈ ഓഗസ്റ്റ് 2024 ഓഗസ്റ്റ് 17 തീയതി നടന്ന എക്സാമാണ്. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ പാറ്റേൺ എയിൽ 68, 69 ചോദ്യമാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കൂ. 2012 കുട്ടികളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമപ്രകാരമുള്ള കുറ്റം പ്രത്യേക കോടതി വിചാരണ ചെയ്തതിന് ശേഷം ഇരയായ കുട്ടിയുടെ തെളിവുകൾ ഇനി പറയുന്ന പരിധിക്കുള്ളിൽ രേഖപ്പെടുത്തണം എന്നതാണ് ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 30 ദിവസമാണ്. 30 ദിവസമാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം 69ാമത്തെ ചോദ്യം. പോക്സോ നിയമപ്രകാരം കുട്ടി ആരാണ്? ഇപ്പോൾ കുട്ടി എന്ന് പറഞ്ഞ ആരാണ്? അപ്പോൾ ഓപ്ഷൻ എ ആണ്. 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും ഈ നിയമപ്രകാരം ആരാണ്? കുട്ടിയാണ്. അതേപോലെ 31/8/2024 പത്തനംതിട്ട, കാസർഗോഡ് എന്നീ ജില്ലകളിൽ നടന്ന LDC എക്സാമിൻ്റെ ഒരു ചോദ്യമാണ് ഇത്. ഈ നിയമവുമായി ബന്ധപ്പെട്ട് ഏത് വർഷമാണ് പോക്സോ നിയമം പാസ്സാക്കിയത് എന്നതാണ് എൻ്റെ ചോദ്യം. അപ്പം ആൻസർ ഏതാണ്? 2012 ആണ്. അപ്പോൾ ഈ രണ്ട് പരീക്ഷകളിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനി വരുന്ന LDC എക്സാമുകൾക്ക്, അല്ലെ മറ്റ് ജില്ലകളിൽ വരുന്ന LDC എക്സാമുകൾക്ക് തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കും. അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വസ്തുതകളിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടി ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം ഏതാണത്? അതാണ് പോക്സോ നിയമം എന്ന് പറയുന്നത് 2012 ആണ്. ഇത് ഇന്നലെ നടന്ന PSC എക്സാമിൻ്റെ ചോദ്യമാണ്. പത്തനംതിട്ട ഓഗസ്റ്റ് 31 തീയതി നടന്ന LDC എക്സാമിൻ്റെ ചോദ്യമാണ്. വർഷം മറക്കരുത്, 2012 ആണ് പാസ്സാക്കിയത്. ഇന്ത്യൻ പാർലമെൻറ്റാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ പോക്സോ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2012 നവംബർ 14 നിലവിൽ വന്നത്. അപ്പോൾ ഇന്നലെ ചോദിച്ച ചോദ്യത്തിൽ വർഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡേറ്റും കൂടി ഓർത്തിരിക്കണം. അടുത്ത എക്സാമിന് ചിലപ്പോൾ ഡേറ്റും ഉണ്ടാവും. അപ്പം ഇന്ത്യയിൽ പോക്സോ നിയമം നിലവിൽ വന്നതെന്നാണ്? 2012 നവംബർ 14 കാര്യം ഓർക്കുക. അടുത്ത ചോദ്യം, കേരളത്തിൽ പോക്സോ നിയമം നിലവിൽ വന്നതെന്നാണ്? 2012 തന്നെയാണ് അല്ലേ. അടുത്ത് നോക്കിയേ, പോക്സോ നിയമത്തിലെ ആകെ അധ്യായങ്ങളുടെ എണ്ണം 9 മറക്കരുത്. പോക്സോ നിയമത്തിലെ ആകെ അധ്യായങ്ങളുടെ എണ്ണം എത്രയാണ്? 9. അടുത്തത്, പോക്സോ നിയമത്തിലെ ആകെ സെക്ഷനുകളുടെ എണ്ണം 46. സെക്ഷനുകളുടെ എണ്ണം 46. അതേപോലെ പോക്സോ നിയമപ്രകാരം എത്ര വയസ്സിന് താഴെയുള്ളവരെയാണ് കുട്ടികളായി പരിഗണിക്കുന്നത്? ഞാൻ പറഞ്ഞിരുന്നു, ഇത് 17 തീയതി നടന്ന, അല്ലെ ഓഗസ്റ്റ് 17 നടന്ന PSCയുടെ ചോദ്യമാണ്. 18 വയസ്സിന് താഴെയുള്ള എല്ലാവരെയും എന്തായിട്ടാണ് ഈ നിയമപ്രകാരം കുട്ടികളായിട്ടാണ് എന്ത് ചെയ്യുന്നത്? കണക്കാക്കുന്നത്. അടുത്ത് നോക്കിയേ, പോക്സോ നിയമപ്രകാരം ആൺ പെൺ വ്യത്യാസമില്ലാതെ കുട്ടികളെ പരിഗണിക്കുന്നു. 18 വയസ്സിന് താഴെയുള്ളവരെന്ന് പറഞ്ഞിരുന്നു. അത് നോക്കി, പോക്സോ കേസിൽ പരിധിയിൽ വരുന്ന കുറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. എന്തെല്ലാമാണ് ഇതിൻ്റെ കീഴിൽ വരുന്ന കുറ്റകൃത്യങ്ങൾ നോക്കിയാൽ, കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കൽ, പ്രകൃതി വിരുദ്ധ പീഡനം, ലൈംഗിക വൈകൃതങ്ങൾക്കിരയാക്കുക, കുട്ടികളോട് ലൈംഗിക ചുവയോടെ സംസാരിക്കുക, ലൈംഗിക ആംഗ്യം കാണിക്കുക, കുട്ടികളുടെ നഗ്നചിത്രം പ്രദർശിപ്പിക്കുക, പ്രചരിപ്പിക്കുക, കാണുക, സൂക്ഷിക്കുക. അപ്പോൾ ഇതെല്ലാം ഏതിൽ വരും? 2012 പോക്സോ നിയമത്തിൽ വരും. അപ്പം ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. അപ്പോൾ താഴെ പറയുന്നതിൽ പെട്ടത് ഏതാണ്, പെടാത്തത് ഏതാണ് എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാം അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങൾ ചോദിക്കുക. അപ്പം ഈ ഒരു പേജിൽ തന്നെ 3 മാർക്കിൻ്റെ ചോദ്യം ഈ 2 എക്സാമിലായിട്ട് ഈ 2024 ഓഗസ്റ്റ് മാസത്തിൽ നടന്ന 2 എക്സാമിൽ ഈ ഒരൊറ്റ സ്ലൈഡിലെ 3 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ചോദ്യങ്ങളും ഒന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കണം. ഓക്കെ. അടുത്ത ചോദ്യം, പോക്സോ സംബന്ധിച്ച കേസുകളുടെ ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? 1098. 1098 ആ ടോൾ ഫ്രീ നമ്പറും ഒന്ന് ഓർത്തിരിക്കുക. അതേപോലെ പോക്സോ സംബന്ധിച്ച പരാതികൾ ഓൺലൈനായി നൽകാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനമാണ് പോക്സോ ഇ-ബോക്സ്. പോക്സോ ഇ-ബോക്സ് എന്നാണ് അതിൻ്റെ പേര്. അപ്പം മറക്കരുത്, പോക്സോ സംബന്ധിച്ച പരാതികൾ ഓൺലൈനായി നൽകാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനത്തിൻ്റെ പേരാണ് പോക്സോ ഇ-ബോക്സ്. അതേപോലെ അടുത്ത ചോദ്യം ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. പോക്സോ ഇ-ബോക്സ് നിലവിൽ വന്നത് എന്നാണ്? 2016 ഓഗസ്റ്റ് 26 തീയതിയാണ് നിലവിൽ വന്നത്. അത് ഉദ്ഘാടനം ചെയ്തത് മേനക ഗാന്ധിയാണ്. അടുത്തത്, പോക്സോ നിയമം ഭേദഗതി ചെയ്ത വർഷം 2019. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെച്ചോണം. പോക്സോ നിയമം ഭേദഗതി ചെയ്ത വർഷം 2019. അടുത്ത ചോദ്യം,
പോക്സോ നിയമ ഭേദഗതി രാജ്യസഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? കേന്ദ്ര വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയായ സ്മൃതി ഇറാനിയാണിത് രാജ്യസഭയിൽ അവതരിപ്പിച്ചത്. രാജ്യസഭ ഈ ഭേദഗതി പാസ്സാക്കിയെന്നാണ് 2019 ജൂലൈ 24. അപ്പോൾ 2012 വന്ന ഈ നിയമം ഭേദഗതി ചെയ്ത് 2019 ജൂലൈ 24 രാജ്യസഭ പാസ്സാക്കിയത്. അടുത്തത്, പോക്സോ നിയമ ഭേദഗതി ലോകസഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? കേന്ദ്ര വനിതാ ശിശുക്ഷേമ വകുപ്പ് സഹമന്ത്രിയായ വീരേന്ദ്രകുമാറാണ്. അപ്പോൾ രണ്ടുപേര് ഓർത്തിരിക്കുക, രാജ്യസഭയിൽ സ്മൃതി ഇറാനി, ലോക്സഭയിൽ വീരേന്ദ്രകുമാർ. അടുത്ത ചോദ്യം, പോക്സോ നിയമ ഭേദഗതി ലോകസഭ പാസാക്കിയത് 2019 ഓഗസ്റ്റ് 1. 2019 ഓഗസ്റ്റ് 1. അടുത്ത ചോദ്യം, പോക്സോ നിയമ ഭേദഗതിക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതെന്നാണ്? 2019 ഓഗസ്റ്റ് 5. അടുത്ത ചോദ്യം, പോക്സോ നിയമ ഭേദഗതിയിൽ ഒപ്പുവെച്ച പ്രസിഡന്റ് ആരാണ്? രാംനാഥ് കോവിന്ദാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. എല്ലാവരും എന്ത് ചെയ്യുക, ആ ഡേറ്റുകൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം, പോക്സോ കേസിൽ പരാതി നൽകേണ്ടത് ആർക്കാണ്? അപ്പം ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. പെട്ടെന്ന് നമ്മൾ പോലീസ് മാത്രമേ ഓർമ്മ വരുള്ളൂ. അപ്പോൾ താഴെ പറയുന്നതിൽ ഏതിലാണ് കൊടുക്കാൻ പറ്റുന്നത് പറ്റാത്തതെന്നൊക്കെ വരും, ചിലപ്പം ഓർത്ത് വെച്ചോളൂ. അപ്പോൾ ആർക്കൊക്കെ കൊടുക്കാം? ലോക്കൽ പോലീസിന് കൊടുക്കാം, സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിന് കൊടുക്കാം, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് കൊടുക്കാം, നമുക്ക് ടോൾ ഫ്രീ നമ്പറായ 1098 വിളിച്ച് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം, സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ഇവിടെ പരാതി നൽകാം, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ഇവിടെ പരാതി നൽകാം. അപ്പം ഇത്രയും സ്ഥലത്ത് നമുക്ക് ഈ 6 സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാം, പോക്സോ കേസുമായി ബന്ധപ്പെട്ടൊക്കെ എന്ത് ചെയ്യാം, പരാതി നമുക്ക് നൽകാം. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കിയേ, പോക്സോ കുറ്റകൃത്യം കൃത്യസമയത്ത് റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്താണ്? ഉത്തരവാദിത്തപ്പെട്ടവർ എല്ലാവരും പ്രേരണാകുറ്റത്തിൽ പ്രതിയാകും. അപ്പം നമ്മൾ ചെയ്യുന്ന മാത്രമല്ല, അറിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം, അത് റിപ്പോർട്ട് ചെയ്യണം എന്നതാണ് ഈ നിയമം അനുശാസിക്കുന്നത്. ഓക്കെ, അടുത്ത് നോക്കൂ, പോക്സോ നിയമപ്രകാരം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടത് ആരാണ്? അപ്പം ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ ഉദ്യോഗസ്ഥ. മൊഴിയെടുക്കുന്ന സമയത്ത് ഈ ഉദ്യോഗസ്ഥ യൂണിഫോം ധരിക്കാൻ പാടില്ല. കുട്ടിയുടെ വീട്ടിലോ ആ കുട്ടിക്ക് സൗകര്യപ്രദമായ സ്ഥലത്തോ വെച്ച് വേണം മൊഴിയെടുക്കാൻ. അപ്പോൾ ഇത്ര കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ മെമ്മറിയിൽ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യുക, നമ്മുടെ മനസ്സിലില്ലാത്ത കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ നോക്കി, ആരാണ് സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ ഉദ്യോഗസ്ഥയായിരിക്കണം. അതേപോലെ മൊഴിയെടുക്കുന്ന സമയത്ത് ഈ ഉദ്യോഗസ്ഥ യൂണിഫോം ധരിക്കാൻ പാടില്ല. കുട്ടിയുടെ വീട്ടിലോ ആ കുട്ടിക്ക് സൗകര്യപ്രദമായ സ്ഥലത്തോ വെച്ച് വേണം മൊഴിയെടുക്കേണ്ടത്. അടുത്ത ചോദ്യം, ഇരയായ കുട്ടിയുടെ മൊഴി എത്ര ദിവസത്തിനകം രേഖപ്പെടുത്തണം? 30 ദിവസം. ഇരയായ കുട്ടിയുടെ മൊഴി എത്ര ദിവസത്തിനകം രേഖപ്പെടുത്തണം? 30 ദിവസമാണ്. അടുത്ത ചോദ്യം, പോക്സോ കേസ് വിചാരണ ചെയ്യുന്ന കോടതി ഏതാണ്? ജില്ലാ ജഡ്ജി അധ്യക്ഷനായ പ്രത്യേക പോക്സോ കോടതിയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അടുത്ത ചോദ്യം, കുറ്റവിചാരണ എത്ര കാലയളവിനുള്ളിൽ പൂർത്തിയാക്കണം? 1 വർഷത്തിനുള്ളിൽ. 1 വർഷം. അടുത്ത ചോദ്യം, പോക്സോ നിയമത്തിലെ സെക്ഷൻ 4(1) പ്രകാരം കുറ്റവാളിക്ക് ലഭിക്കുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷ എത്രയാണ്? 10 വർഷമാണ്. 10 വർഷം. അടുത്ത ചോദ്യം, ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് 10 വർഷം. അടുത്ത ചോദ്യം നോക്കിയേ, പോക്സോ നിയമത്തിലെ സെക്ഷൻ 4(2) പ്രകാരം 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കെതിരെ ലൈംഗിക കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് 20 വർഷത്തിൽ കുറയാതെ തടവോ അല്ലെങ്കിൽ ജീവപര്യന്തം ശിക്ഷയോ ലഭിക്കും. അപ്പം 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കെതിരെ ലൈംഗിക കുറ്റകൃത്യങ്ങൾ നമ്മൾ മേലെ പറഞ്ഞായിരുന്നു ഇതൊക്കെയാണല്ലേ. അപ്പം ഇത് ചെയ്താൽ 20 വർഷത്തിൽ കുറയാതെ തടവോ അല്ലെങ്കിൽ ജീവപര്യന്തം ശിക്ഷയോ ലഭിക്കും. അപ്പോൾ ഈ വർഷം ഒന്ന് ഓർത്തിരിക്കണം. ഇന്നലെ നടന്ന ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ഈ രീതിയിൽ എന്ത് ചെയ്യാം, ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം 20 വർഷത്തിൽ കുറയാത്ത തടവോ അല്ലെങ്കിൽ ജീവപര്യന്തം. അടുത്ത ചോദ്യം, പോക്സോ നിയമപ്രകാരം സെക്ഷൻ 4(3) പ്രകാരം പ്രതിയിൽ നിന്നും പിഴ ഈടാക്കി ആ തുക ഇരയുടെ ചികിത്സ പുനരധിവാസത്തിനായി ചെലവഴിക്കണം. ഇങ്ങനെയാണ് പറയുന്നത്. അടുത്തത്, കഠിനമായ ശിക്ഷ നൽകേണ്ടി വരുന്ന ലൈംഗിക അതിക്രമങ്ങൾ ഏതെല്ലാമാണ് എന്നതാണ് അടുത്തൊരു സെക്ഷൻ ഇതിൽ പറയുന്നത്. ഏതൊക്കെയാണ്?
സംരക്ഷിക്കപ്പെടേണ്ടവർ തന്നെ കുട്ടിയെ പീഡിപ്പിച്ച സംഭവം. അപ്പം ഇതെന്താണ്? കഠിനമായ ശിക്ഷ നൽകേണ്ട ലൈംഗിക അതികൃത്യങ്ങൾ ഏതെല്ലാമാണെന്നാണ് ചോദ്യം. ഏതെല്ലാമാണ്? സംരക്ഷിക്കപ്പെടേണ്ടവർ തന്നെ കുട്ടിയെ പീഡിപ്പിച്ച സംഭവം, അതേപോലെ പട്ടാളക്കാർ, സർക്കാർ ഉദ്യോഗസ്ഥരെ, പോലീസ് ഉദ്യോഗസ്ഥർ കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നതാണ് കഠിനമായ ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യമാണ്. അതേപോലെ കുട്ടിയെ അനവധി പേർക്ക് ചേർന്ന് പീഡിപ്പിക്കുക, ഇതും അപ്പം ഒരുപാട് പേരുകൾ ചേർന്ന് പീഡിപ്പിക്കുക എന്നതും എന്താണ്? കഠിനമായ ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യമാണ്. അടുത്തത് ശാരീരിക മാനസിക വൈകല്യമുള്ള കുട്ടിയെ പീഡിപ്പിക്കുക, ഇതും എന്താണ്? കഠിനമായ ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യമാണ്. അടുത്തത് കഠിനമായ ശിക്ഷ നൽകേണ്ട ലൈംഗിക അതിക്രമങ്ങൾക്ക് പോക്സോ നിയമത്തിലെ സെക്ഷൻ 6 ക്ലോസ് 1 പ്രകാരം 20 വർഷത്തിൽ കുറയാത്തതോ അല്ലെങ്കിൽ ജീവപര്യന്തമോ അല്ലെങ്കിൽ വധശിക്ഷയോ ലഭിച്ചേക്കാം. അപ്പം ഇതാണ് കഠിനമായ ശിക്ഷ എന്ന്. അപ്പം ശിക്ഷ എന്താണ്? 20 വർഷത്തിൽ കുറയാത്തതോ അല്ലെങ്കിൽ ജീവപര്യന്തമോ അല്ലെങ്കിൽ വധശിക്ഷയോ ലഭിക്കും. 2019 ഭേദഗതിയിലൂടെയാണ് വധശിക്ഷ ഉൾപ്പെടുത്തിയത്. രാംനാഥ് കോവിന്ദാണ് ഒപ്പിട്ടത്, നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ 2019 വധശിക്ഷ ഇല്ലായിരുന്നു. എന്നാൽ 2019 ഭേദഗതിയോടുകൂടി എന്താണ്? കുട്ടികൾ എന്ത് ചെയ്യുക? കഠിനമായ ശിക്ഷ ലഭിക്കേണ്ട കുറ്റകൃത്യം കുട്ടികളോട് ചെയ്താൽ എന്ത് സംഭവിക്കും? വധശിക്ഷ വരെ ലഭിക്കും എന്നതാണ് ഈ നിയമത്തിൻ്റെ പ്രത്യേകത. അപ്പം ഇങ്ങനെ നിയമം കഠിനമാക്കുന്നതിൻ്റെ കാരണം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു അല്ലേ. പത്രവാർത്തകൾ 2024 തന്നെ വന്ന വാർത്തകൾ നമ്മൾ കണ്ടായിരുന്നു. കുട്ടികൾക്കെതിരെയുള്ള എന്ത് ചെയ്യുക? കുറ്റകൃത്യങ്ങൾ കൂടി വരികയാണ്. നിയമം ശക്തമാക്കിയിട്ടും വീണ്ടും കൂടി വരികയാണ്. അപ്പം നമ്മുടെ അറിവിൽപ്പെട്ടാലോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാതിരിക്കുകയും നമ്മുടെ അറിവിൽപ്പെട്ടാൽ എന്താണ്? അത് അറിയിക്കേണ്ടവരെ അറിയിക്കുകയും ചെയ്യുക. കുട്ടികൾക്കെതിരെയുള്ള പീഡനങ്ങളും പരാതികളൊക്കെ എന്ത് ചെയ്യുക? പരമാവധി കുറയ്ക്കാൻ നമ്മളാൽ കഴിയുന്ന നമ്മൾ എന്ത് ചെയ്യണം. അപ്പം ഇത്രയാണ് ഈ വീഡിയോ. നമുക്ക് ഈ വീഡിയോ ചെയ്തതിൻ്റെ പ്രധാന ഉദ്ദേശം ഒരു അവയർനെസ്സും അതേപോലെ തന്നെ എന്താണ്, ഇനി വരുന്ന PSC എക്സാമിന് തീർച്ചയായിട്ടും ഇതിൽ ചോദ്യങ്ങളുണ്ടാകും, ഉറപ്പായിട്ടുണ്ടാകും. കഴിഞ്ഞ 2 എക്സാമിന് ഉണ്ടായിരുന്നു, ഇനി വരുന്ന എക്സാമിനും തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക്